യാത്രയിൽ ഏറ്റവും അധികം മിസ്സിങ് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ ആ ഒരു ഭക്ഷണ വൈവിധ്യം. അതും ഒരു ലോങ് ടൈമിലേക്കാണ് എങ്കിൽ ഒരുപാട് കൊതി ഇങ്ങനെ തോന്നും നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ഈ ഒരു കടയിലേക്ക് ചെന്നതാണ്. നമ്മുടെ നാട്ടിലേതുപോലെ ചെറിയൊരു കട, അതായത് ഒരു ഉൾഗ്രാമത്തിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു ചെറിയ സെറ്റപ്പിലുള്ള ഒരു കട. നമ്മൾ ഇവിടുന്ന് ചോറ് പറയുകയുണ്ടായി. അപ്പോൾ ചോറിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ വേണമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തന്ന സാധനമാണ് ചിക്കൻ്റെ ഒരു കറി. ഇവിടുത്തെ പ്രത്യേകതയാണ് ചിക്കൻ്റെ എല്ലാം തന്നെ സ്കിന്നോടെയാണ് ഇവിടെ കറികളൊക്കെ വെക്കാനായിട്ട് ഇവർ കടയിൽ നിന്ന് മേടിക്കുക. അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. ഇവിടുത്തെ രീതിയാണ്. സ്കിൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചിക്കന് റേറ്റ് കുറവും ആയിരിക്കും. അതായത് തൂവല് മാത്രം പഠിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കന്. നമ്മുടെ നാട്ടിൽ തൂവലോടുക്കനെ കളഞ്ഞിട്ടാണല്ലോ, മീറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക, കറികളൊക്കെ വെക്കുക ചിക്കന്. ആ ഒരു ഡിഫറൻറ്റ് ഇവിടെ വരുന്നത് കൊണ്ട് ചിക്കനും റേറ്റ് കുറവാണ്. അങ്ങനെ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവിടെ നിന്ന് ചോറ് കഴിക്കണ്ടായി. കുഴപ്പമില്ല, പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് കൊണ്ട് കിട്ടില്ല എന്ന് മാത്രം. ഒരു ചോറിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ കൂടെ എന്തെല്ലാം വെറൈറ്റീസാണ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് എന്ന്. ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. പൊരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പിന്നീട് കുറച്ച് ദാല് ഫ്രൈ ഉണ്ട്, പിന്നീട് ഒരു അച്ചാറ്, ചമ്മന്തി, പിന്നീട് ഒരു ബീട്രൂട്ടിൻ്റെ കറിയാണ് ഇതിന് കിട്ടുക. പിന്നീട് നമ്മൾ സൈഡ് ഡിഷായിട്ട് ഓർഡർ ചെയ്തതാണ് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ചിക്കൻ പൊരിച്ചതായിരിക്കുമെന്ന്. പക്ഷേ ഇതാണ് ഇവർ കൊണ്ടുവന്ന് തന്നത്. ഇവിടുത്തെ ഒരു ഭക്ഷണ വൈവിധ്യം ഈ ഒരു രൂപത്തിലാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആന്ധ്രാപ്രദേശിലാണുള്ളത്.